പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അമർ ഫെറ്റിലോട് തന്നെ ചോദിക്കാം. ഡോക്ടർ, സ്വാഗതം ന്യൂസിലേക്ക്. ഈ പറഞ്ഞതുപോലെ ഈ കനത്ത ചൂട് വരുമ്പോൾ നമുക്കറിയാം പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അത്രത്തോളം ചൂടാണ്. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കാരണങ്ങളുണ്ടാകും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ പുറത്തേക്ക് ഇറങ്ങുന്നവർ അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നവർ? അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ 12 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് പ്രത്യേകിച്ചും എന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ ജാഗ്രതയാണ് പാലിക്കേണ്ടത്? അതെ, ഇപ്പോഴത്തെ കൂടിയ താപനിലയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഏത് ആൾക്കാർക്കും ഉണ്ടാകാം പകൽ സമയത്ത്. അപ്പൊ അതില് ഇങ്ങേയറ്റം തൊട്ട് ഹീറ്റ് റാഷ് എന്ന് പറയുന്നത് ദേഹത്ത് ഒരു ചൂടിന്റെ കുരുക്കൾ പൊങ്ങി വരുന്ന തൊട്ട് പൊള്ളലേറ്റ പല ചുവപ്പ് നിറത്തിലുള്ള പൊള്ളൽ മേത്ത് അപ്പിയർ ചെയ്യുക. പിന്നെ പേശി വലിച്ചൽ എന്ന് പറഞ്ഞ് മസിൽ ക്രാംസ് എന്ന് പറയും. ചൂട് കൂടി ശരീരത്തിലെ ലവണങ്ങളുടെ അളവ് മാറി മസിൽസ് എല്ലാം കൂടെ കോച്ചി പിടിക്കുക. പിന്നെ കുറച്ചുകൂടെ കഠിനമായ രൂപത്തിൽ വരുമ്പോൾ ഹീറ്റ് എക്സോഷൻ എന്ന് പറയും. അതായത് തളർച്ച വന്ന് വീഴുക, എപ്പോൾ വേണമെങ്കിലും ബോധം കെട്ട് പോകാന്നുള്ള അതിയായ ക്ഷീണവും വരൾച്ചയും ഉണ്ടാകുക, മൂത്രത്തിന്റെ അളവ് കുറയുക മുതലായ ലക്ഷണങ്ങൾ. അതിന്റെ മുകളിൽ പോകുമ്പോഴേക്കും ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ 104 ഡിഗ്രി കടക്കുന്ന 104 ഡിഗ്രി ഫാരൻഹൈറ്റ് കടക്കുന്ന രീതിയിലുള്ള ചൂട് ഉണ്ടായിക്കഴിഞ്ഞാൽ ബോധക്കേട് ഉണ്ടാകുക, ജന്നി വരിക, തലച്ചോറിന്റെ പ്രവർത്തനം വരെ ബാധിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു 5 രീതിയിലാണത് കാഠിന്യം കൂടുന്നതനുസരിച്ച് ഉണ്ടാകുക. അപ്പൊ ഇതിനെതിരായിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ സൂര്യന്റെ എക്സ്പോഷർ, ആ ചൂടിന്റെ എക്സ്പോഷർ കൊണ്ടാണ് ഇങ്ങനെ ഈ സിംറ്റംസും ഈ ശരീരത്തിന്റെ താളം തെറ്റുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടി നിൽക്കുന്ന നേരം ഒരു 11 മണി തൊട്ട് 3 മണി വരെയുള്ള നേരത്താണ് മാക്സിമം ഉണ്ടാകുക. അതിൽ തന്നെ ഉച്ചയ്ക്ക് 12 മണി, 2 മണി, 3 മണി എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഉയർന്ന ചൂട് വരുന്നത് സൂര്യൻ നമുക്ക് ഡയറക്ട്ലി മുകളിലുള്ള നേരത്ത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കൂട്ടത്തിൽ ചിലർ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട്. ഇതിപ്പോ ഞാൻ പറയുന്ന പ്രിക്കോഷൻസ് എല്ലാവർക്കും വേണ്ടിയാണ്. പക്ഷെ മുതിർന്ന ആൾക്കാർ ഒന്ന്, രണ്ടാമത് കൊച്ചു കുട്ടികൾ, അവരറിയാതെ ചിലപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ട് കളിയും അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ വെക്കേഷൻ തുടങ്ങാൻ പോവാണ്, പരീക്ഷ കഴിയുന്ന നേരം തന്നെ കുട്ടികൾ മുറ്റത്തിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ, പിന്നെ അതുപോലെ സുഖമില്ലാണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ, പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന മാർക്കറ്റുകൾ, അങ്ങനെ കച്ചവടം നടത്തുന്ന ആൾക്കാർ, കൺസ്ട്രക്ഷൻ സൈറ്റ് അങ്ങനെ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, ജോലി ചെയ്യുന്ന സൺലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഒന്ന്, അവര് ഈ കഴിയുന്നത്ര ആ നേരത്ത് എങ്ങനെയെങ്കിലും എക്സ്പോഷർ കുറയ്ക്കാമെങ്കിൽ നല്ലത്. രണ്ടാമത്തത്, അങ്ങനെ നിർബന്ധമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കൊടയോ മറ്റ് മറവുകളോ ഉപയോഗിച്ച് വെയിൽ നേരിട്ട് ദേഹത്ത് തട്ടാത്ത പോലെ തന്നെ ഇരിക്കുക. 3, ഈ തട്ടുന്ന വെയിൽ ആ ചൂട് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും വെളുത്ത നിറമുള്ള ഉടുപ്പുകൾ ധരിക്കുകയാണെങ്കിൽ ചൂട് റിഫ്ലക്ട് ചെയ്യും. നേരെ മറിച്ച് ഡാർക്ക് ഉടുപ്പിട്ടാണ് നമ്മൾ വെയിലത്തിരിക്കുന്നതെങ്കിൽ അത് ചൂട് കൂടുതൽ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് വെളുത്ത നിറമുള്ള ഉടുപ്പുകൾ, അതും കൈ കാലൊക്കെ മൂടിയിട്ടുള്ള ഉടുപ്പുകളാണ് ഈവൻ ബെറ്റർ. പിന്നെ കഴിയുന്നത്ര സിന്തറ്റിക് വസ്ത്രങ്ങളല്ലാതെ കോട്ടൺ കൊണ്ടുള്ള ലൂസ് ആയിട്ടുള്ള ഉടുപ്പുകൾ വസ്ത്രധാരണമാണ് ഈ സീസണിൽ എപ്പോഴും നല്ലത്. അത് വസ്ത്രത്തിനെ പറ്റി. ഇനി അടുത്തതെന്ന് വെച്ചാൽ നിർജ്ജലീകരണം എപ്പോൾ വേണമെങ്കിലും വരാം. അതിന്റെ കൂടെ നമ്മുടെ ശരീരത്തിലെ ലവണങ്ങൾ, സോഡിയം, പൊട്ടാസ്യം എല്ലാം താളം തെറ്റാം. അതുകൊണ്ട് എപ്പോഴും വെള്ളം ധാരാളം, ദാഹം തോന്നിയില്ലെങ്കിൽ പോലും വെള്ളം എപ്പോഴും കൂടുതൽ കുടിക്കുക. യാത്ര ചെയ്യുമ്പോഴോ പുറത്തു പോകുമ്പോഴൊക്കെ വെള്ളത്തിന് കുപ്പി കൊണ്ട് നടക്കുന്ന ശീലം എല്ലാവരും സ്വായത്തമാക്കുക. പിന്നെ ഈ വെറും വെള്ളത്തിനേക്കാളും പലപ്പോഴും ഉപയോഗം ഈ കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് പഴച്ചാറുകളോ അല്ലെങ്കിൽ പഴങ്ങൾ, ധാരാളം വെള്ളക്കെട്ട് പഴങ്ങൾ, ഇപ്പൊ നമ്മുടെ ലോക്കൽ സാധാരണ തണ്ണിമത്തൻ, നല്ല പഴുത്ത വെള്ളക്കെട്ടുള്ള പപ്പായം, പിന്നെ വെള്ളരിക്ക, അങ്ങനെ വെള്ളക്കെട്ടുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളം കൂടുതൽ എപ്പോഴും കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത്, എന്തെങ്കിലും സിംറ്റംസ്, ഈ നേരത്തെ പറഞ്ഞ പോലത്തെ സിംറ്റംസ് എല്ലാം തോന്നുകയാണെങ്കിൽ, പെട്ടെന്ന് ഒരു തലചുറ്റ് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു വീഴുമെന്ന് തോന്നുക, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ തണലത്തോട്ട് ആ വ്യക്തി സ്വന്തമായി മാറുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വീഴുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ തണലത്തോട്ട് മാറ്റുക, വസ്ത്രങ്ങൾ ലൂസാക്കുക, ഫാൻ ഇട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ച് നമ്മൾ വിസറി വെച്ചൊക്കെ നല്ലോണം ഒന്ന് വീശി കൊടുത്ത് ശരീരം തണുപ്പിക്കാൻ നോക്കുക. പച്ചവെള്ളം വെച്ചോ അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഐസ് വെള്ളം വെച്ച്, കഴിഞ്ഞാൽ പച്ചവെള്ളം വെച്ച് തന്നെ ശരീരത്തിനെ കംപ്ലീറ്റ് നനച്ച് എന്നിട്ട് വീശുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് തണുക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. അങ്ങനെ കൂൾ ഡൗൺ ചെയ്യുക. എന്നിട്ട് ബോധം വരികയാണെങ്കിൽ അന്നേരം തന്നെ കുടിക്കുന്ന പാനീയങ്ങളുടെ അളവ് കൂട്ടുക. പക്ഷേ വീണ ആള് ബോധം ഇല്ലാതിരിക്കുകയാണെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിൽ ഒരിക്കലും ഒന്നും കുടിക്കാൻ വായിൽ ഒഴിച്ചു കൊടുക്കരുത്. ആ വ്യക്തിയെ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വിളിച്ചോ വണ്ടി വിളിച്ചോ അങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാരും നമ്മുടെ ആരോഗ്യ ജീവനക്കാരെല്ലാം ഇതിനകത്ത് ട്രെയിൻഡാണ്. ഇപ്പോൾ ഇത് കേരളത്തിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും അതിനുള്ള ട്രെയിനിങ്ങും അതിനുള്ള വേണ്ട അവയർനെസ് മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതനുസരിച്ചുള്ള പ്രാരംഭമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ നമ്മളൊരു ലോക്കൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയാൽ പോലും അതിനുള്ള സ്റ്റെപ്സ് അവിടുത്തെ ഫീൽഡ് സ്റ്റാഫ് ചെയ്യും.
ഇനി നമ്മളൊരു കുടുംബാരോഗ്യ കേന്ദ്രമോ ഒരു ഹോസ്പിറ്റലോ എത്തുകയാണെങ്കിൽ അവിടുത്തെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എല്ലാവർക്കും ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. സോ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. എത്തുന്ന വഴിക്ക് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ടാണ് എത്തിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ കൂടിയ താപനിലയിൽ. ഇനി അടുത്ത 2-3-4 മാസം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ പാലിക്കാനുള്ളത്. അതാണ് കൃത്യമായി തന്നെ വിശദമായി തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചൂട് കാലത്ത് പുറത്തേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും കുട്ടികൾ, ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ കൂടുതലായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇനി വെക്കേഷൻ സമയമൊക്കെയാണ്, അവർക്ക് കളിക്കുക എന്നുള്ളൊരു മൈൻഡിലൂടെ ഏത് സമയം ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങി കളിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമയം നോക്കി അല്ലെങ്കിൽ കൃത്യമായ തണലത്ത് തന്നെ നിർത്തി കളിക്കാനുള്ള അത്തരമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള. വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.